നമസ്കാരം. വളരെ സന്തോഷത്തോടെ തന്നെയാണ് ഈ ദൃശ്യം കാണിക്കുന്നത്. കാരണം ഒരു 13 വർഷം മുമ്പ് ഞാൻ റംബൂട്ടാൻ്റെ ഹൈ ഡെൻസിറ്റി ഫാമിംഗ് തുടങ്ങിയപ്പോൾ അന്നേരം ഏകദേശം 10 വർഷത്തോളം നല്ല ഫുൾ ഈൽഡ് കിട്ടി. ഏകദേശം 1 ഏക്കർ സ്ഥലത്ത് നിന്ന് 7 ടണ്ണോളം റംബൂട്ടാൻ കിട്ടിയിട്ടുള്ളൊരു തോട്ടമാണത്. ഇത് കേരളത്തിലെ ഓൾ കേരള റംബൂട്ടാൻ ആൻഡ് മാംഗോസ്റ്റിൻ ഫാമേഴ്സ് അസോസിയേഷൻ അതിൻ്റെ അസോസിയേഷൻ ഉണ്ടാക്കാനായിട്ട് തുടക്കം സൂചന ഉണ്ടായിട്ടുള്ളൊരു സ്ഥലം കൂടിയിട്ടാണ്. അപ്പോൾ ഈ സ്ഥലത്തിലുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ റംബൂട്ടാനൊക്കെ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇതിനെ കട്ട് ചെയ്യാത്ത കാരണം, പ്രൂൺ ചെയ്യാത്ത കാരണം ഏകദേശം 15 അടിയോളം വളർന്നു. 25 അടി ഉണ്ടായിരുന്ന മരം 15 അടിയോളം വളർന്ന് 40 അടിയായി. അപ്പോൾ ഇതിൽ വല വിരിക്കലൊന്നും പ്രാക്ടിക്കലല്ലായിരുന്നു. അതുകൊണ്ട് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇത് അങ്ങേറ്റം പോയി. ഇപ്പോൾ ഈ കാണുന്നതിൽ ഒരു 15-20 അടി മരത്തിലായിരുന്നു ഇതൊക്കെ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ്. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം ഇവിടെ വന്നു. അപ്പോൾ നമുക്കെന്താ ഈ വല വിരിക്കാൻ പറ്റില്ല. കുറേ ആളുകൾ വന്ന്, കച്ചവടക്കാർ വന്ന് നോക്കി തിരിച്ചു പോയി. ഒരാളുകൾ വല വിരിക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ മിസ്സായിപ്പോയി. ഇനി എന്തോ ആവട്ടെ, അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇനി അടുത്ത വർഷം തുടങ്ങിയിട്ട് ഇത് ആ രീതിയിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു ഈൽഡും കിട്ടാത്ത അവസ്ഥ. വല വിരിച്ചില്ലെങ്കിൽ ഇവിടെ ഒന്നും കിട്ടില്ല. കാരണം കിളികളും മണ്ണാനും അതേപോലെ തത്തമ്മക്കൂട്ടവും മലയണ്ണാനൊക്കെ കൂടി വന്ന് മൊത്തം നശിപ്പിക്കും. ഞാൻ മുമ്പ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മൊത്തം നശിപ്പിക്കും. അപ്പോൾ വല വിരിച്ചില്ലെങ്കിൽ ഒന്നും കിട്ടില്ല. വല വിരിക്കണമെങ്കിൽ എന്താണ്, ഒരു കൃത്യമായിട്ടുള്ളൊരു ഹൈറ്റിൽ നമ്മൾ ക്രമീകരിക്കണം. ആ ഹൈറ്റ് ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ശരിക്കും ഈ കാണുന്ന രീതിയിൽ ഒരു 20 അടിയിൽ, മാക്സിമം 20 അടി അല്ലെങ്കിൽ ഒരു 17 അടിയിൽ എല്ലാ മരങ്ങളും നിർത്തിയിരിക്കുന്നത്. അവിടെ ആ ഭാഗത്തും കുറേ നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മരങ്ങൾ ഒഴിച്ച് ഒരു 5-10 മരങ്ങൾ ഇങ്ങനെ ഈ ഹാഷ് പ്രൂൺ ചെയ്ത് നിർത്തിയത് ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഒരു 50-60 മരങ്ങൾ നമ്മൾ ഈ പ്രാവശ്യം കട്ട് ചെയ്യാണ്. വേറെ ഒന്നുമല്ല, 2 കാര്യങ്ങളാണ്. നമ്മൾ ഹാഷ് പ്രൂൺ ചെയ്താൽ കടുംവെട്ട് വെട്ടിക്കഴിഞ്ഞാൽ, വട്ടം വെട്ട് വെട്ടിക്കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ അടുത്ത വർഷം കഴിഞ്ഞ് പിന്നത്തെ വർഷം കഴിഞ്ഞ് 3-ാമത്തെ വർഷമാണ് ഇതിൽ കായ് ഉണ്ടാവുള്ളൂ. ഈ 2 കാര്യങ്ങൾ, ഈ 2 വർഷത്തിനുള്ളിൽ ഇതിൻ്റെ വളർച്ച വളരെ കൃത്യമായിട്ടില്ലെങ്കിൽ പ്രോബ്ലം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതിൽ ഈ ഫംഗസ് കേട് വരാം, ബാക്ടീരിയ ഫംഗസ് കേട് വന്നിട്ട് മരങ്ങൾ നശിക്കാം. ഈ 2 വർഷത്തിൻ്റെ വളർച്ച പ്രോപ്പർ അല്ലെങ്കിൽ 3-ാം വർഷം ഈൽഡ് വേണമെങ്കിൽ കുറയാം. അപ്പോൾ അതുകൊണ്ട് ആ ഹാഷ് പ്രൂണിന് ഒരു 50% സാധ്യതയാണുള്ളത്. പക്ഷേ എനിവേ കുറേ മരങ്ങൾ അതിലേക്ക് നമ്മൾ നിർത്തുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് കാണിച്ചു തരാനും ഇനി 2 വർഷം കഴിഞ്ഞിട്ട് ഇത് എന്തായി എന്നുള്ളതിൻ്റെ റിസർച്ച് മറ്റുള്ള കാണിച്ചു തരാൻ വേണ്ടി ഞാൻ നിർത്തുന്നുണ്ട്. അത് ഒരു കാര്യം. പക്ഷേ കുറേ മരങ്ങൾ കട്ട് ചെയ്തിട്ട് പുതിയത് വെച്ച് കൊടുക്കുകയാണ്. പുതിയത് വെച്ച് കൊടുക്കുന്നത് കൃത്യമായിട്ട് അകലം ക്രമീകരിച്ചതിന് വെച്ച് കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇനി ഹൈ ഡെൻസിറ്റി വയ്ക്കുകയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഒരു 10-13 വർഷം കഴിയുമ്പോൾ മുറിച്ചാൽ മതി. 10 വർഷത്തെ നമുക്ക് ഇരട്ടി ഈൽഡ് കിട്ടും. അത് വേറെ കാര്യം. അപ്പോൾ അതിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ഓൾറെഡി കാച്ചു നിൽക്കുന്ന തൈകളുണ്ട്. ഓൾറെഡി കാച്ചു നിൽക്കുന്ന 2-3 വർഷമായിട്ട് കാച്ചു നിൽക്കുന്ന 5 വർഷം 6 വർഷത്തെ തൈകളുണ്ട്. ആ തൈകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം തുടങ്ങി നമുക്ക് ഈൽഡാണ്. നമ്മളെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല. അത് പിന്നത്തെ 3-ാമത്തെ കൊല്ലം തുടങ്ങി നല്ല ഈൽഡാണ്. 2-ാമത്തെ കൊല്ലം നല്ല ഈൽഡ്, അടുത്ത വർഷം നന്നായിട്ട് അത്യാവശ്യം ഈൽഡ് ഉണ്ട്. പിന്നത്തെ വർഷത്തോടെ നല്ല ഈൽഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ തന്നെ നമ്മളിത് കട്ട് ചെയ്യാനായിട്ട് പോവാണ്. ആ കട്ട് ചെയ്യുന്ന വീഡിയോ കൂടി നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. അത് കട്ട് ചെയ്ത് കഴിഞ്ഞായിട്ട് വീണ്ടും നമ്മൾ അടുത്ത തൈകൾ വയ്ക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഇതിൽ തന്നെ ഈ വീഡിയോയിൽ തന്നെ ഈ വയ്ക്കാൻ പോണ തൈകളും കൂടി നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. ജോർജ് ചേട്ടാ ഓഫ് ചെയ്തേക്ക്. ജോർജ് ചേട്ടാ കട്ട് അപ്പോൾ ഇദ്ദേഹമാണ് ഞങ്ങൾ സ്ഥിരമായിട്ടുള്ള മറ്റുള്ള വിറകും മറ്റുള്ള കാര്യങ്ങളും ഇവിടെ വന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചേട്ടനാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഇത് കട്ട് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് മരങ്ങൾ ഈ ഫാം ഹൗസിനോട് ചേർന്നുള്ള കുറച്ച് മരങ്ങൾ നമ്മൾ നിർത്തുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹാഷ് പ്രൂൺ ആണെങ്കിൽ കൂടിയിട്ട് അതിൽ അടുത്ത വർഷം കഴിഞ്ഞ് പിന്നത്തെ വർഷം നന്നായിട്ട് കായ് ഉണ്ടാവുന്നതുണ്ട്. കാരണം വട്ടമല്ല, ഏകദേശം നമ്മുടെ ഈ കൈത്തണ്ട വണ്ണത്തിലുള്ള കട്ടിങ്ങാണത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മരങ്ങൾ, ഒരു 5-10 മരങ്ങൾ, 10-12 മരങ്ങൾ നമ്മൾ നിർത്തുന്നുണ്ട്. അപ്പോൾ ഈ ഷെയ്ഡിന് ഒരു നല്ലൊരു ഷെയ്ഡ് അടുത്ത് തന്നെ കിട്ടും. കാരണം നമ്മൾ ചെറിയ തൈകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഷെയ്ഡ് കുറച്ച് വൈകുള്ളൂ. പക്ഷേ ഷെയ്ഡ് കിട്ടാവുന്ന രീതിയിൽ കാര്യങ്ങൾ കുറച്ച് മരങ്ങൾ നമ്മൾ അതിൽ നിർത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ കട്ടിങ് ആരംഭിക്കാൻ പോവാണ്. ജോർജ് ചേട്ടൻ ഓഫ് ചെയ്തോളൂ. ചെയ്തില്ലേ? ഓഫായി. ഹായ്. അപ്പോൾ ഈ മരങ്ങളാണ് നമ്മളിവിടെ വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇതൊക്കെ ഏകദേശം കാച്ചു നിൽക്കുന്ന തൈകളാണ്. 2 വർഷമായിട്ട് കാച്ചു നിൽക്കുന്ന തൈകളാണ്. ഇതിനുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ഇനി അതിൻ്റെ കാനോപ്പി ഡെവലപ്പ് ചെയ്യിച്ചാൽ മാത്രം മതി. ഇത് മരം മണ്ണിൽ വെച്ചിട്ട് ഈ 6 മാസം കൊണ്ട് മാക്സിമം വളർച്ച ഉണ്ടാക്കാം. അടുത്ത 6 മാസം ജനുവരി ഫെബ്രുവരി ആകുമ്പോഴേക്കും ഇത് കാച്ചോളും. പിന്നത്തെ വർഷം തുടങ്ങിയിട്ട് നമുക്ക് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, നല്ല മരങ്ങളായി കിട്ടും. അതായത് 1 വർഷത്തിൻ്റെ ഒരു താമസം കൊണ്ട് തന്നെ നമ്മൾ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു തോട്ടം തന്നെ നമ്മൾ ഉണ്ടാക്കും. നമുക്കതുകൊണ്ട് കട്ട് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. ഓൾറെഡി തൈകളുള്ളത് കൊണ്ടാണ്. കാരണം ഇതൊക്കെ 4500-നും 6000-നും 7000-നൊക്കെ കൊടുക്കുന്ന തൈകളാണ്. ഇതൊക്കെ 18000 രൂപയുടെ തൈകളൊക്കെ. ഇത് വയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ പത്മശ്രീ ഫിലിം ആക്ടർ ജയറാം സാർ കൊണ്ടുപോയതിൻ്റെ ഒരു തൈ ബാക്കിയാണത്. ബാക്കിയും 2 തൈകളുണ്ട്. ഇത് വയ്ക്കേണ്ട ആവശ്യമില്ല. ഈ തൈകളൊക്കെ വെച്ചാൽ മതി. കാരണം ഇത് 2 വർഷം കൊണ്ട് ഭംഗിയായിക്കോളും.
അപ്പോൾ ഇതാണ് നമ്മൾ വെച്ച് കൊടുക്കാൻ പോകുന്ന തൈകൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 13-14 വർഷം മുമ്പുള്ള ഒരു ചരിത്രത്തിന് ഇന്ന് ഇവിടെ നമ്മൾ അവസാനിപ്പിച്ചിട്ട് വേറൊരു ചരിത്രം നമ്മൾ തുടങ്ങാണ്. അപ്പോൾ അതെല്ലാവരെയും കാണിക്കുന്ന സന്തോഷത്തോടെ കാണിക്കുന്നത്. കാരണം ഈ വർഷം ഒരു 3-4-5 ലക്ഷം രൂപയുടെ റംബൂട്ടാൻ നമുക്ക് നഷ്ടമായിട്ടുണ്ട്. കാരണം വലയിടാൻ പറ്റാത്തത് കൊണ്ടും പ്രൂൺ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും വലയിടാൻ പറ്റാത്തത് കൊണ്ട് ഹൈറ്റ് കൂടിയത് കൊണ്ടും അതേപോലെ ഭയങ്കര മഴ പെയ്തിട്ട് കൊഴിഞ്ഞു പോയതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് പോട്ടെ, അതിനെ പറ്റിയൊന്നും പറയുന്നില്ല. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ, അടുത്ത വർഷം ഒരു പുതിയ കാര്യമായിട്ട് നിങ്ങൾ വീണ്ടും കാണിക്കുന്നതായിരിക്കും. ജോർജേട്ടൻ ഓഫ് ചെയ്തോളൂ. ഓക്കെ 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 കാച്ചി നിൽക്കണം മരങ്ങൾ കട്ട് ചെയ്യുന്നത് കണ്ടിട്ടില്ലല്ലോ, ശരിക്കും കണ്ടോ? താങ്ങിക്കോ ഒന്നും നോക്കണ്ട. നമുക്ക് ഗുണമില്ലാത്ത സാധനം കറക്റ്റ് ചെയ്യാം. വെട്ടിക്കോ. അതല്ല, അത് മൊത്തം മുറിച്ചോളാൻ. ഇങ്ങോട്ട് ചായ്ക്കാൻ വേണ്ടിയിട്ടാ. അപ്പം ഇത് കട്ട് ചെയ്തിട്ട് മതി. ഇത് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് വെച്ചാൽ മതിയല്ലോ. ജോർജേട്ട കട്ടൻസിന്റെ നീളത്തിൽ വല്ലതും എടുക്കണ്ട? ഇല്ല, ഒക്കെ വിറകാക്കല്ലേ? ഓർമ്മയിലൊരു ശിശിരം, ഓമനിക്കാനൊരു ശിശിരം, വസന്തങ്ങൾ പൂവിടും കാലമതൊന്നിൽ. ജോർജേട്ടാ മാറിക്ക്, തലയ്ക്ക് വിടാണ്ട് നോക്ക്. അങ്ങനെ